എന്റെ പ്രിയപ്പെട്ട സുന്ദരി കുട്ടികളെ, ഇങ്ങനൊരു മുഹൂർത്തം ഈ കോളേജിന്റെ ചരിത്രത്തിൽ ആദ്യമാണ്. നിങ്ങൾക്ക് സുഹൃത്തും സഹപാഠിയും സഹോദരനുമൊക്കെയായി ആദ്യമായ ഒരു ആൺകുട്ടി ഈ ക്യാമ്പസിൽ കാലുകുത്തുകയാണ്. വെൽക്കം ടു അവർ കോളേജ്. താങ്ക് യു. ശ്യാം ബാലഗോപാൽ, ഫസ്റ്റ് MA ഇംഗ്ലീഷിൽ പുതിയ അഡ്മിഷൻ. നമ്മുടെ സോഷ്യോളജി ഡിപ്പാർട്ട്മെന്റിലെ വനജ ടീച്ചറുടെ മകൻ. ഒരു ഏലിയൻ എനിമിയായല്ല നിങ്ങൾ ശ്യാമിനെ കാണേണ്ടത്. ഇനി ശ്യാം 2 വാക്ക് പറയട്ടെ. ഡിയർ സിസ്റ്റേഴ്സ്, അങ്ങനെ വിളിക്കാൻ എനിക്ക് മനസ്സ് വരുന്നേയില്ല. അതുകൊണ്ട് ഡിയർ ഫ്രണ്ട്സ്, സത്യത്തിൽ എനിക്കിതൊരു കറക്ഷൻ ഹോമാണ്. മലയാളത്തിൽ എന്താ പറയാ, ദുർഗുണ പരിഹാര പാഠശാല. അതുകൊണ്ട് എന്നെ നന്നാക്കിയെടുക്കാനുള്ള ബാധ്യത നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ട്, അല്ലേ മാം? പിന്നെ ഇവിടെ 2 വർഷം തികച്ചു പഠിക്കാമെന്ന് യാതൊരു ഉറപ്പും എനിക്കില്ല. താങ്ക് യു. എനിക്കറിയാവുന്നത് ഞാനും പഠിപ്പിക്കാം. പിന്നെ പറഞ്ഞല്ലോ, എന്റെ അമ്മ ഇവിടെ ടീച്ചറാണ്. അതുകൊണ്ട് ഞാനിത്തിരി മാന്യത കാണിച്ച നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത്. താങ്ക് യു. വിദ്യാർത്ഥിനികളെ പ്രതിനിധീകരിച്ച് ശ്യാമിന് സ്വാഗതം ആശംസിക്കാൻ നമ്മുടെ പ്രിയങ്കരിയായ ആൻ മാത്യൂസിനെ ക്ഷണിക്കുന്നു. താങ്ക് യു. നമ്മുടെ ഈ ചേട്ടൻ സുമുഖനാണ്, സുന്ദരനാണ്, സർവോപരി സുഭാഷണനാണ്. നമ്മുടെ ഭാഗ്യം. ഒരു സ്വാഗത പ്രസംഗമല്ല, ഒരു സ്വാഗത ഗാനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു, നിൻ സ്വദേശം കാൺമതിനായി. സ്റ്റോപ്പ് ഇറ്റ്. ഈ പാട്ടാണോ പാടുന്നേ? എന്നാ വേറെ പാടാം മാം. കടമിഴിയിൽ കമലദളം സൂപ്പർ ഹിറ്റ് സോങ്. ഓക്കെ. കടമിഴിയിൽ കമലദളം കവിളിണയിൽ സിന്ദൂരം നടന്ന. കം ടു മൈ റൂം. മീറ്റിംഗ് ഡിസ്പേഴ്സ്ഡ്. ഹലോ. തിരക്കിനിടയിൽ വിശദമായിട്ട് പരിചയപ്പെടാൻ പറ്റില്ല. ഓ, പരിചയപ്പെടാൻ ഇറങ്ങിയതാ? 10,000 എണ്ണത്തിന് പരിചയപ്പെട്ട് വരുമ്പോഴേക്കും അനിയൻ ഇത്തിരി ക്ഷീണിക്കും. അതിനല്ലേടി 40+ ക്യാപ്സ്യൂൾ. ദേ, ഇവിടെ കിടന്ന് പൂണ്ട് വിളയാടാനാണ് ഉദ്ദേശമെങ്കിൽ മോനെ ഞങ്ങൾക്ക് പണിയാവേ. അത് ശരിയാ. ഞാനൊന്ന് അറിഞ്ഞ് വിളയാടിയ പിന്നെ 10 മാസം കഴിഞ്ഞ് നീയൊക്കെ ഫ്രീ ആകൂ. ഒറ്റ ദിവസം കൊണ്ട് ചെറുക്കം കയറി സ്റ്റാറായി. എങ്ങനെ സ്റ്റാർ ആവാതിരിക്കൂടി? ഹീസ് ഹോട്ട്, ഹാൻസം ആൻഡ് സ്മാർട്ട്. ഈ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെ പറയില്ലേ, ഐ ഫെൽറ്റ് ഇറ്റ്. നീ ബാഹുലേന്റെ മോള് തന്നെ. വെറുതെ അല്ല നിന്നെ ഇങ്ങോട്ട് നാട് കടത്തിയത്. ഇതൊരു പാരമ്പര്യ രോഗ, ലൗസോഫ്രീനിയ. 4 ആളെ വിളിച്ചുകൂട്ടി ഒരു കല്യാണം നടത്താനുള്ള യോഗം ഏതായാലും നിന്റെ തന്തയ്ക്കില്ല. എന്തായാലും അവൻ വന്നു. ഇനിയിപ്പോ മറ്റാരെങ്കിലും അടിച്ചു മാറ്റുന്നതിന് മുമ്പ് നമുക്ക് അവനെ പൊക്കാം. ഇരിക്കട്ടെ ഒരു സുന്ദരം നമ്മുടെ കൂടെ. ശവങ്ങളും ഒരുത്തിന്റെ മണം അടിച്ചപ്പോഴേക്കും രണ്ടിനും. അത് പിന്നെ ഞങ്ങള് പെണ്ണുങ്ങളല്ലേടി. ഓ മരങ്ങോടൻ, ഇതിന്ന് 3ാമത്തെ തവണയാ. ഫാഷൻ ഡിസൈനറാ നീ? ഇങ്ങോട്ട് വന്നേ, അവന്റെ സൂക്കട് ഞാൻ തീർത്തരാം. ഹലോ രഞ്ജിത്ത്. ഞാൻ ശരിക്കും ആലോചിച്ചു, എനിക്ക് താല്പര്യ. രഞ്ജുവിന്റെ ഓഫീസ് എവിടാ? നേരിട്ടൊന്ന് കാണാം. ഓക്കെ. കണ്ടല്ലോ, ക്യാറ്റ് വാക്ക് അല്ല, അന്നനട മതി. കേരള ക്ലാസിക് വെയറിൽ മദാമ നടക്കുന്ന പോലെ അല്ല നടക്കേണ്ടത്. ബ്ലൗസ് സാരി, സോറി. മുടിപ്പിടി സാരി ഉടുക്കുന്നവർ സമ്മതിക്കണം. ഊരാൻ പെടുന്ന പാട്. എന്തിനാ ഈ കുട്ടി ഇങ്ങനെ ചിരിക്കണം? ഹായ്, ഇതിന്റെ ക്രെഡിറ്റ് മുഴുവനും ആറ്റുകാൽ രാമകൃഷ്ണ.
പറഞ്ഞ അച്ചട്ടാ. എന്റെ ഗ്രഹനില കണ്ടപ്പോഴേ പറഞ്ഞു ആഗ്രഹിച്ചതൊക്കെ നടക്കുന്നു. 7ാം ഭാവത്തിൽ ശുക്രൻ മീനരാശിയിൽ ഉച്ചത്തിൽ നിൽക്കുന്നു എന്നാ പറഞ്ഞത്. സത്യം പറയാലോ, താൻ ഇത്ര പെട്ടെന്ന് സമ്മതിക്കുന്നു ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. ഈ ആഴ്ച വാലുമുറിയാൻ സാധ്യതയുണ്ടെന്ന് ജോത്സ്യം പറഞ്ഞിരുന്നോ? അതെ, ഇവളുടെ അച്ഛനോട് ഈ വിവരം പറഞ്ഞ ഒറ്റ ദിവസം കൊണ്ട് തീർക്കും തന്റെ ഈ പ്രശ്നം. അയ്യോ, അച്ഛനോട് പറയാൻ വരട്ടെ. ആദ്യം കുട്ടിക്ക് താല്പര്യം വേണം, അതിനുശേഷം 2 ദിവസം റാമ്പിൾ റിഹേഴ്സൽ. സർ, ഫോട്ടോസ്. ഇതൊന്നും ഇനി വേണ്ടടോ. ദേ, ഇതാണ് ഞാൻ പറഞ്ഞ കുട്ടി. കേരള ക്ലാസിക് വെയർ ഐറ്റം പ്രസന്റ് ചെയ്യാൻ ഇത്രയും ആപ്റ്റ് ആയ ആളെ വേറെ എവിടെ കിട്ടാനാ? ക്യൂട്ട് കുട്ടി. സഹോദര, എന്താ കുട്ടി? മനസ്സിലാവുന്ന ഭാഷയിൽ പലതവണ ഇവള് പറഞ്ഞു തന്റെ മോഡലാവാൻ താല്പര്യമേ ഇല്ലാന്ന്. ഫെമിന ഷോ എന്നൊക്കെ കേൾക്കുമ്പോ നെഞ്ചും തല്ലി വീഴുന്ന പെണ്ണുങ്ങളെ താൻ കണ്ടിട്ടുള്ളൂ. ഇവൾ ആ ടൈപ്പ് അല്ല. അതുകൊണ്ട് ആ പൂതി ചേട്ടൻ 8 ആക്കി മടക്കി പോക്കറ്റിൽ വെക്ക്. കുട്ടി അല്പം വഴി തരൂ. അതെ, ഇത് അസൂയ. കുട്ടിക്ക് താല്പര്യമുണ്ടെന്ന് എനിക്കറിയാം. പെട്ടെന്ന് തീരുമാനിക്കണ്ട, ഞാൻ വിളിച്ചോണ്ടേയിരിക്കും. ഔചത്യക്കാരൻ ആവശ്യമുണ്ടല്ലോ. വാടി, ഇതൊരു നടക്ക് പോവൂല. ചേട്ടൻ ആറ്റുകാൽ രാമകൃഷ്ണനെ ഒന്നുകൂടെ കണ്ടേക്ക്. അംഗഭംഗം, മാനഹാനി ഏതെങ്കിലും ഒന്ന് ഉറപ്പാ. വരട്ടെ. Dr. Foster was surprised to see the that launched 1,000 ships. Dr. Foster. Hey Sham, എന്താ അത്? ഒന്നുമില്ല മാം. He surrendered his life to satisfy his strong, irresistible, lustful desire to see amazing beauty. Here, Christopher Marlowe Hey Sham, എന്താ അവിടെ? എന്താ കയ്യില്? ഇത് എന്തോ ബ്രെഡ് ആണെന്ന് തോന്നുന്നു മാം. ബ്രെഡോ? ആ, ഇത് നഗ്ഗി. അല്ല, സോറി. ആരെങ്കിലും ഒന്ന് വാങ്ങിക്കേ. നിങ്ങൾ ഇവിടെ നിൽക്കേ, ഞാനിപ്പോ വരാം. എന്തിനാ? നിനക്ക് മതിയായില്ലേ? ഇല്ല മോളെ. ആ, നീ ചെന്ന് ഒരു നോമിനേഷൻ വാങ്ങി വെക്കേ. ഡീ, നീ നിക്കാൻ പോവാ? ഹോ, ഇങ്ങനെ ഒരു പോത്ത്. ഇവിടെ ഏത് പട്ടിക്കളിയടി എനിക്ക് വോട്ട് ചെയ്യാ? ആദ്യം പറഞ്ഞത് ചെയ്. കണ്ണു ചിമ്മാതെ നിന്നു. ഒരടി ഇപ്പൊ കാണാം. ശ്യാമിനെ നമ്മളോട് നിർത്താൻ അവളായിട്ടൊരു അവസരം തരിക. ആ, അന്നമ്മ സാറ് രാവിലെ തന്നെ ചാർജ് എടുത്തല്ലോ. സാറിനേക്കാൾ 10 മിനിറ്റ് മുമ്പെങ്കിലും ചാർജ് എടുക്കണ്ടേ? അപ്പൊ എങ്ങനെ നമ്മുടെ സെക്കൻഡ് റൗണ്ട് തുടങ്ങുകയല്ലേ? അത് തുടങ്ങാം. നോക്കിയേ, സകല അസത്തുക്കളും ഒരു അടി പ്രതീക്ഷിച്ചിരിക്കുക. പിടിച്ചേട്ടാ വണ്ടി. വിജനമായ സ്ഥലത്തേക്കാണല്ലോ പോക്ക്. ഒന്ന് അടങ്ങിയിരിക്കണ്ട അന്നമ്മേ. നമ്മൾ ആമ്പിള്ളാരിങ്ങനെ പേടിച്ചാലെങ്ങനെ? എനിവേ, താങ്ക് യു വെരി മച്ച് ചേട്ടാ. എന്തിന്? എന്നെ ഹെൽപ്പ് ചെയ്തതിന്. ഹെൽപ്പോ? ഒരുപാട് അലവലാതി പിള്ളേർക്ക് ഇങ്ങനെ ഒരു സർപ്രൈസ് കൊടുക്കാൻ എന്നെ ഹെൽപ്പ് ചെയ്തില്ലേ, അതിന്. നീ തന്നെ ഒരു ഹിമാലയൻ സർപ്രൈസ് അല്ലേ അന്നമ്മേ? ഈശോയെ. പറ, എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ മുഖ്യ ശത്രുവിന്റെ 15 ദിവസങ്ങൾ? പരമ ബോർ. യുദ്ധം ഇല്ലാതിരിക്കുമ്പോ അമേരിക്കൻ പ്രസിഡന്റ് ബുഷിന് തോന്നുന്ന ഒരു ബോറടിയില്ലേ, ഒരു ഇന്റർനാഷണൽ ബോർ. അത് തന്നെ. മറ്റേത് ഓരോ രാത്രിയും വെളുപ്പിക്കുന്നത് മച്ചോനെ എങ്ങനെ പണി തരാന്ന് ആലോചിച്ച. സത്യം പറഞ്ഞ അന്നമ്മേ, നിന്നെ കണ്ട ആദ്യം തോന്നുന്നത് പടച്ചോനെ ഇതൊരാണായിരുന്നെങ്കിൽ ഇടിച്ച് നെഞ്ചും കൂടെ തകർക്കായിരുന്നല്ലോ എന്ന്. ആ, പിന്നൊരു ആശ്വാസം നീ ഒരുത്തെങ്കിലും ഉണ്ടല്ലോ ഈ ക്യാമ്പസിലൊരു നേരം പോക്കിന്. അതെ ചേട്ടാ, കാര്യങ്ങൾ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഒരു ഔപചാരിക സമാധാന ചർച്ച വേണ്ട. സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് സന്ധി ഒപ്പിടാം. എന്താ? ഇത് നോമിനേഷൻ പേപ്പർ. നന്ദന മത്സരിക്കുന്നു ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക്. നോമിനേറ്റ് ചെയ്യുന്നത് ശ്യാം. ഇങ്ങനെ ആവട്ടെ നമ്മുടെ സൗഹൃദ ഉടമ്പടി. ഒപ്പിട്ടുള്ളൂ. എന്തിനാ അന്നമ്മേ വെറുതെ എന്റെ ഒരു ഒപ്പ് വേസ്റ്റ് ആക്കുന്നത്? ഇതുകൊണ്ടൊക്കെ വല്ല കാര്യമുണ്ടോ?
പ്രീതയാണെങ്കിൽ പിള്ളേരുടെ കണ്ണിലുണ്ട്, നിങ്ങളോ കണ്ണിലെ കരടും. ഇത് വെറും ഒരു ഒപ്പല്ലല്ലോ മാഷെ, ഒപ്പിക്കലല്ലേ? എന്താ? അല്ല, ഒപ്പിട്ടോളൂ ഒപ്പിട്ടോളൂ. ഹാ, ഇവിടെ ഈശ്വരാ, ദേ വരണു. ഇതൊരു ശീലാക്കണ്ട കേട്ടോ. ചുറ്റിക്കളിക്കാൻ നിൽക്കാതെ ഉടൻ സ്ഥലം വിട്ടേക്കണം. താങ്ക് യു ആന്റി. മോളെ, ഇത്രയ്ക്ക് റിസ്ക് എടുക്കണമെങ്കിൽ ആളെ അത്യാവശ്യക്കാരനാ. ഇവൻ നിന്നെയും കൊണ്ടേ പോകൂ. ഗുഡ് മോർണിംഗ്. ഞാൻ വനജാന്റിയെ കാണാൻ കയറിയതാ. അപ്പോഴാ നീ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞത്. ഇത് രഞ്ജു, എന്റെ ഫ്രണ്ടാ, ജമണ്ടം ഫാഷൻ ഡിസൈനർ ആണ്. നീ ഇത് ആരെ പരിചയപ്പെടുത്തണേ? ഇവരെയൊക്കെ എനിക്ക് നേരത്തെ അറിയാം. ഫെമിന ഷോയിലെ എന്റെ മെയിൻ ഐറ്റം പ്രസന്റ് ചെയ്യുന്നത് ഈ നന്ദനക്കുട്ടിയാ. ആണോ? ചേട്ടൻ തീരുമാനിച്ചോ? ഇവൻ പണ്ടേ അങ്ങനെ എല്ലാരും ഞെട്ടിക്കുന്ന തീരുമാനങ്ങളെ എടുക്കൂ. കൺഗ്രാറ്റ്സ്. നിന്റെ ഭാഗ്യം. നിങ്ങളോട് എത്ര പ്രാവശ്യം പറഞ്ഞു അച്ഛനെ ഇതൊന്നും ഇഷ്ടമില്ലാന്ന്? ഓ, അപ്പൊ തനിക്കിഷ്ടാണ്? മതി, എനിക്കത് മതി. സൂസമ്മോ, ഓ, ഈ ഭൂമി മലയാളത്തില് മോഡൽ അവൻ മൊഞ്ചുള്ള പെണ്ണൊരുത്തി ഇവള് മാത്രല്ലയോ? ആന്നേ, അപ്പൊ പിന്നെ ഈ ചേട്ടന് കുറ്റം പറയാൻ പറ്റില്ല. ഒരിക്കലും ഇല്ല. ശ്യാമേ, ഈ പെങ്കൊച്ചിനെ സൂക്ഷിച്ചോ. സൾഫ്യൂരിക് ആസിഡിന് കയ്യും കാലും വെച്ച പോലത്തെ മോതലാ. മോനെ ഡിസൈനറേ. പപ്പയാ? ആ പപ്പാ. ഓ, അത് ശരി. എനിക്ക് കെട്ടുപ്രായമായി മത്തായിച്ചൻ പറയുന്നേ. ആ, കാണുന്നതിൽ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ വല്ല ചോക്ലേറ്റ് പയ്യനും ആണെങ്കിൽ ഞാൻ വരട്ടിയോടും. എന്റെ കോൺസെപ്റ്റ് മത്തായിച്ചൻ അറിഞ്ഞൂടാ. എന്നാ കേട്ടോ, മമ്മൂട്ടിയും മോഹൻലാലിനെയും പോലും ഒന്നും അല്ലെങ്കിലും അത്യാവശ്യം 2 പേര് വന്നാ ഇടിച്ചിടാൻ പറ്റണം. 4 എണ്ണ അടിച്ചാലും നാക്കു കുഴയാതെ നഗരം നഗരം മഹാസാഗരം എന്ന പാട്ട് പാടാൻ പറ്റണം. പിന്നെ ഓ, മതിയോ? അപ്പൊ ശരി, ആള് വിട്. മത്തായിച്ചൻ എനിക്ക് വേണ്ടി ചെറുക്കൻ ഹണ്ടില്ല. എന്തായാലും പാവം മത്തായിച്ചൻ കുറെ വേർക്കും. മോർണിംഗ്. മോർണിംഗ്. ശ്യാം, all the best. We support you, man. സപ്പോർട്ടോ? ഒരു വാക്ക് എന്നോട് പറഞ്ഞാ പോരായിരുന്നോ? മത്സരിക്കാൻ ശ്യാമിന് താല്പര്യമുണ്ടെന്ന്. പ്രീത, ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. സാരമില്ലാന്നേ, എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഞാൻ വിഡ്രോ ചെയ്തോളാം. ഒരു റിക്വസ്റ്റ് ഉണ്ട്, ഒരു സ്ട്രേഞ്ചർ ആയിട്ട് എന്നെ കാണരുത്. പ്രീത, കഴിവറ മോളെ, നീ എന്താടി കരുതിയത്? ശ്യാം, please. മിണ്ടരുത്. നിനക്കൊക്കെ സ്വപ്നം കാണാൻ പറ്റാത്ത തറ വേലകൾ കാണിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്. പെണ്ണായി പോയി, ഇല്ല ചുമരന്ന് വടിച്ചെടുക്കേണ്ടി വന്നേനെ നിന്നെ. കൂൾ ഡൗൺ ശ്യാം, ഇതൊരു തമാശയായിട്ട് എടുക്ക്. ഇതിന് മുമ്പുള്ളതല്ല ഞാൻ തമാശയായിട്ടാണല്ലോ എടുത്തത്. ഒരു പുതിയ തമാശ. നോമിനേഷൻ ഞാൻ വിഡ്രോ ചെയ്യാണ്. ഹലോ, മച്ചുവിനെ ചെയർമാനായി കാണാനുള്ള കൊതിയുണ്ടോന്നല്ല. ദേ, ഇവൾക്കിട്ടൊരു പണി. ഇവിടുത്തെ സകല ശിങ്കാരികളും ചേട്ടനെ കണ്ട് മെൽറ്റായി നിപ്പല്ലേ. അപ്പോ ചേട്ടന്റെ ചെലവിൽ ഞങ്ങളുടെ ഒരു ഗോൾ, അത്രേ ഉള്ളൂ. പിന്നെ ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ്. ഒരേ വേവ് ലെങ്ത് ആണ്, ഇതും ചേട്ടൻ എൻജോയ് ചെയ്യുന്നൊക്കെ കരുതി. സാരില്ല, ചെല്ല്, ചേട്ടൻ പോയി വിഡ്രോ ചെയ്. ഡി, ഇതൊന്നും കണ്ട് മോള് സുഖിക്കണ്ട. നീ നോക്കിക്കോ, ബാലറ്റ് പെട്ടി പൊട്ടുമ്പോ നീ കരയും. ആരാ കരയുന്നെന്ന് നമുക്ക് കാണാം. ശ്യാം വിഡ്രോ ചെയ്യുമ്പോ അപ്പൊ ഡിക്ലെയർ ചെയ്യും that I am unanimously elected. വരൂ ശ്യാം. ശ്യാം വിഡ്രോ ചെയ്യുന്നത് എന്നോടുള്ള താല്പര്യം കൊണ്ടാണെന്ന് അവളുമാര് പറയുമായിരിക്കും. പറയട്ടെ, നമ്മളത് സമ്മതിച്ചു കൊടുത്താ തീർന്നല്ലോ. ഐ എം സോറി പ്രീത, ഞാൻ വിഡ്രോ ചെയ്യുന്നില്ല. സെന്റ് മേരീസ് കോളേജിന് ആദ്യമായിട്ടൊരു ചെയർമാൻ നോമിനേഷൻ കിട്ടിയതല്ലേ, അതുകൊണ്ട് നമുക്കിതൊരു ഫ്രണ്ട്ലി മാച്ച് ആയിട്ട് എടുക്കാം. ശ്യാം, ഓൾ ദി ബെസ്റ്റ്. നീ എന്തിനാ ചാടിക്കേറി വെല്ലുവിളിക്കാൻ പോയെ? ബാലറ്റ് പെട്ടിപൊട്ടുമ്പോ കരയും. ഡാ, ഞാൻ ആ സീൻ അവസാനിപ്പിക്കാനുള്ള ഒരു പഞ്ചിന് പറഞ്ഞതല്ലേ. ഈ ചെറുക്കൻ ഇത്രയ്ക്ക് എറിയ മൂക്കുന്നു നമ്മൾ ഓർത്തോ? ഏതായാലും കയ്യിന്ന് പോയി. നിന്റെ ഒരു ആഗ്രഹമല്ലേ എന്റെ ചെലവിൽ ഒരു ഗോൾ അടിക്കണമെന്ന്? എന്നാ പിന്നെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ.
ലിപ്സ്റ്റിക്. Dear friends, come on yeah. Everybody please come. ഇവിടെ. Please listen. ഇതാണ് നമ്മുടെ സാരഥി ശ്യാം ബാലഗോപാൽ, നമ്മുടെ KKPP-യുടെ ചെയർമാൻ സ്ഥാനാർത്ഥി. KKPP-യോ? KKPP എന്ന് വെച്ചാ കിട്ടിയാ കിട്ടി പോയാ പോയി. ഓ. ഈ കോളേജിന് ആദ്യമായി ഒരു ചെയർമാനെ കിട്ടുവാൻ നിങ്ങളുടെ വിലയേറിയ ഓരോ വോട്ടും നമ്മുടെ കൺഗ്രാറ്റ്സ്. എന്താ ഇപ്പോ ഒരു കൺഗ്രാറ്റ്സ്? ശ്യാം പറഞ്ഞില്ലേ ഒരു ഫ്രണ്ട്ലി മാച്ച്, അത് വേണ്ട. കണ്ടു നിൽക്കുന്നവർക്ക് ബോറടിക്കും. Dear students, there's an important announcement. First MA ഇംഗ്ലീഷിലെ ശ്യാം ബാലഗോപാൽ ചെയർമാൻ സ്ഥാനത്തേക്ക് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. ശ്യാം ബാലഗോപാൽ കി ജയ്! ശ്യാം ബാലഗോപാൽ കി ജയ്! നമ്മുടെ ഫസ്റ്റ് ചെയർമാൻ കി ജയ്! എവിടെ പോയി പ്രീത ചേച്ചി എവിടെ പോയി? സ്റ്റോപ്പ്. മോളെ പ്രീതാംബര, നേരത്തെ സ്കൂട്ട് ചെയ്തതുകൊണ്ട് നിന്റെ മാനം പോയില്ല. മത്സരിച്ച് തോക്കാനും വേണം ചക്കരേ ഒരു യോഗം. മോളെ പ്രീത മോളെ ആഫീസ് കുട്ടി പ്രീത മോളെ